നമസ്കാരം. ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു, നിരവധി വീഡിയോസ് ചെയ്തു. പക്ഷേ അത് സങ്കീർണമാവുകയാണ്. പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതുകൊണ്ട് വീണ്ടും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇതെല്ലാം ധനകാര്യ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റ് പത്രങ്ങളിൽ നിന്നോ ചാനലിൽ നിന്നോ നമ്മൾ കിട്ടുന്ന ഒരു സോഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ രാവിലെ എഴുതി സ്വയംഭവമായിട്ടിരുന്ന് കണ്ണുടച്ചിരുന്ന ശമ്പള പരിഷ്കരണം അങ്ങനെ ചെയ്യുന്ന അല്ല വീഡിയോസ്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ അറിയുന്ന ധനകാര്യ വകുപ്പിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്നൊരു ചർച്ച, IAS-കാരും മറ്റുള്ളവരും തമ്മിലൊരു തർക്ക വിഷയമുണ്ട്. എന്താണ് തർക്കം എന്ന് പറഞ്ഞാൽ, നമ്മൾ 72,000 കോടി രൂപയെങ്കിലും വേണം ഇപ്പോഴത്തെ ഇത് കൊടുക്കാൻ. നമ്മുടെ ഈ ശമ്പള പരിഷ്കരണവും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാൻ 72,000 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അങ്ങനെ 72,000 കോടി രൂപ ഇപ്പോൾ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ആകെ വരുമാനത്തിൻ്റെ 74% ശമ്പളം, പെൻഷൻ ഇതിനാണ് പോകുന്നത്. ഇത് ഒരു ഡിബേറ്റബിൾ സബ്ജക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന NGO യൂണിയൻകാർ, KGOയുടെ ആളുകൾ, അതുപോലെ ഭരണകക്ഷിക്കാർ, പ്രതിപക്ഷക്കാർ എല്ലാവരും ദയവായി സർവീസ് സംഘടനകൾ നിങ്ങൾ കഴിയുന്നത്ര നേതാക്കൾക്ക് അയച്ചു കൊടുക്കണം. ഇത് കേരളത്തിൽ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും ഇത് ചർച്ചയ്ക്ക് ആവുന്നില്ല എന്നുള്ളൊരു വിഷയം. അതായത് മൊത്തം ആഭ്യന്തര വരുമാനത്തിൻ്റെ നികുതിയേതര വരുമാനത്തിൻ്റെ 74% ശമ്പളവും പെൻഷനുമാണോ പോകുന്നത് എങ്കിൽ അത് ചർച്ച ചെയ്യണം സീരിയസ് ആയിട്ട്. അല്ല നമ്മളിത് ആർക്കും കൊടുക്കാതിരിക്കാനോ വാങ്ങാതിരിക്കാനോ അല്ല പറയുന്നത്. ആ ശമ്പളം ഇപ്പോൾ 4% DA കൊടുത്തു, അത് വലിയ സന്തോഷം. പക്ഷേ ഇനി 13% DA കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ 13% DA കൂടി കൊടുക്കുകയും ഒരു ശമ്പള പരിഷ്കരണം കൂടി വന്നാൽ 93,262.4 കോടി രൂപയുടെ ബാധ്യത വരും. അപ്പോൾ ഇപ്പോൾ 72,000 കോടി, 92,000 കോടിയാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. തന്നെ 74,000 കോടിയാണ്. ഞാൻ പറഞ്ഞ 72,000 കോടി എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ കണക്കതല്ല. 72,000 കോടിയുടെ 74% ഇപ്പോൾ കൊടുക്കുന്നത്. ആകെ നികുതി വരുമാനത്തിൻ്റെ 74,000 കോടിയുടെ 74% നേരത്തെ കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു കറക്ഷൻ ഉണ്ട്, സബ്ജക്റ്റ് കറക്ഷൻ. അതായത് 74,000 കോടി രൂപ ആണ് വരുമാനം, വാർഷിക വരുമാനം. അതിൻ്റെ 74% നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇപ്പം മാറി 93,262,4 കോടി രൂപയിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ മാറുമ്പോൾ 110% ഇപ്പോൾ 74% കൊടുത്തുകൊണ്ടിരിക്കുന്നത് 110% അങ്ങനെയായാൽ ഇപ്പോൾ കേന്ദ്ര നികുതി നമുക്ക് കുറേ പൈസ കിട്ടുന്നുണ്ട്, പിന്നെ പൊതുക്കടത്തിന് നമ്മൾ പൈസ എടുക്കുന്നു, കിഫ്ബി എന്നൊക്കെ പൈസ എടുക്കുന്നുണ്ട്. ഈ പൈസയൊക്കെ പലപ്പോഴും വികസനത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു തമാശ എന്ന് പറയുന്നത്, ഇപ്പോൾ കിഫ്ബി സ്കൂളിൽ മുടക്കിയാൽ എന്താ റിട്ടേൺസ്? ഒരു റിട്ടേൺസും ഇല്ല. ആശുപത്രി പണിതാൽ എന്താ റിട്ടേൺസ്? ഇൻഫ്രാസ്ട്രക്ചറുകൾ, റോഡ് പണിതാൽ ടാക്സ് പിരിക്കുകയാണെങ്കിൽ റോഡ് റിട്ടേൺസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താ റിട്ടേൺസ്? ഇപ്പോൾ റോഡ്, മേൽപ്പാലം ടാക്സ് പിരിച്ചാലുണ്ട്, അല്ലെങ്കിൽ ചുങ്കം പിരിച്ചാലുണ്ട്. അപ്പോൾ ചുങ്കം പിരിക്കാത്ത, ഫീസിൽ വരാത്ത, റിട്ടേൺസ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ കിഫ്ബി പൈസ മുടക്കുന്നുണ്ട്. വേണോ വേണ്ട എന്നുള്ള സർക്കാരിൻ്റെ നയമാണ്. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അങ്ങനെ പോകുമ്പോൾ പ്രൊഡക്റ്റീവ് സ്റ്റേറ്റായി പോകാതിരിക്കുമ്പോൾ, പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് ഈ പണം മുടക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധി വരും. അപ്പോൾ ആ ധനകാര്യ വകുപ്പിലുള്ള വലിയ ഒരു ചർച്ച എങ്ങനെയാണ് ശമ്പള പരിഷ്കരണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ തീരുമാനം ആവശ്യമുണ്ട് ഇതിനകത്ത്. രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പോൾ November 1 ഇത് പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ എല്ലാ അർത്ഥത്തിലും പറഞ്ഞിരുന്നത്. പക്ഷേ November 1 പ്രഖ്യാപിക്കാൻ ധനകാര്യ വകുപ്പുകാർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞ് പ്രഖ്യാപിച്ചാൽ കോടാനുകോടി രൂപയുടെ ബാധ്യത വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 93,262,000 കോടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പണമാണ്. അപ്പോൾ അതിൻ്റെ ബാധ്യത വരും എന്നുള്ളതുകൊണ്ട് വേണ്ട എന്നുള്ളൊരു നിലപാട് അകത്ത് വന്നു. പക്ഷേ രാഷ്ട്രീയമായ സമ്മർദ്ദം വന്നാൽ അത് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിൽ ചിലപ്പോൾ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കും. കമ്മീഷൻ റിപ്പോർട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ 1 മാസം 2 മാസം കൊണ്ട് എങ്ങനെ വരുമെന്നറിയില്ല. അങ്ങനെ വന്നാൽ അത് ചിലപ്പോൾ ബഡ്ജറ്റിൽ വല്ലതൊക്കെ പ്രഖ്യാപിക്കുകയും, അല്ലെങ്കിൽ ഞങ്ങളിതാ ശമ്പള പരിഷ്കരണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്നു, വീണ്ടും ഞങ്ങളെ 3ാം ടൈം ഞങ്ങളെ അധികാരത്തിലേക്ക് വരുത്തുക, ശക്തമായി സഹാക്കളും പ്രവർത്തകരും എല്ലാവരും ശക്തമായി രംഗത്തിറങ്ങുക, ഞങ്ങളെ തന്നെ വരുത്തുക, തീർച്ചയായിട്ടും ഞങ്ങൾ തന്നിരിക്കും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വരാനും സാധ്യത ഉണ്ട്.